ഞാൻ അങ്ങനത്തെ ഒരു മുഷിഞ്ഞ വേഷം. എൻ്റെ പൊന്നെ, ഞാൻ ചോദിച്ചതേ, നിങ്ങൾ കൊന്നിറക്കുന്ന ഈ സൗന്ദര്യം ഉണ്ടല്ലോ, ചത്തു കഴിഞ്ഞാൽ എന്താവും? ചാകുമ്പോഴല്ലേ? ചാവില്ലേ? അല്ല, അത് ചാകുമ്പോഴല്ലേ. അതിന് മുമ്പുള്ള സൗന്ദര്യം നമ്മൾ സൗന്ദര്യം തന്നെ. എടുത്തോ, കുഴപ്പമില്ല. അല്ല, സൗന്ദര്യം എന്താ? സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രവൃത്തിയുടെ ഫലം പോലെയിരിക്കും നമ്മുടെ സൗന്ദര്യം. അതാണ് ഞാൻ പഠിച്ചത്. നമ്മളെ പ്രവൃത്തി നല്ലതാണോ നമുക്ക് സൗന്ദര്യമാണ്. അതാ സൗന്ദര്യം. ചെയ്യുന്നുണ്ട്. ഈ പ്രവൃത്തി എന്നത് എവിടുന്ന് ഉണ്ടാകുന്നതറിയാമോ? എവിടുന്ന പ്രവൃത്തി എന്ന് വെച്ചാലല്ല, നമ്മുടെ പ്രവൃത്തി നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ജീവിത പ്രവൃത്തി. പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നല്ലത് ചെയ്ത് നല്ല ഇത് വന്നാൽ നല്ല രീതിയാണ്, മോശം ചെയ്ത് വന്നാൽ അങ്ങനെ പാരമ്പര്യമായിട്ട് മോശമായിട്ട് ഞാൻ എൻ്റെ ഭാഷയിൽ പറയട്ടെ, പ്രവൃത്തി എന്ന അവൻ്റെ മനസ്സാണ്. നമ്മുടെ മനസ്സ് ശരിയില്ല. കാരണം വെച്ചാൽ മനസ്സ് ശക്തിയില്ല. ശക്തിയുള്ള കാലം ഉണ്ടായിരുന്നു, പോയി. ഇല്ല, എന്തുവായാലും ശക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ശരീരത്തിനും പോവില്ലേ? ശരീരത്തിനും ശക്തി പോവില്ല. ഇല്ല, ഞാൻ പറയട്ടെ, ശരീരത്തിനും ശക്തി പോവില്ല. പക്ഷേ പ്രവൃത്തി എന്നത് അവനവൻ്റെ മനസ്സാണ്. ഏത് സമയത്തും ശരീരത്തിന് ശക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്നത് അവൻ്റെ മനസ്സാണ്. മനസ്സ് നന്നായെങ്കിൽ സൗന്ദര്യം ഉണ്ടാവും. ചേട്ടൻ്റെ പേരെന്നാ? അതെനിക്കില്ലേ? അല്ല, ഇല്ല, ഞാൻ പറയാം. മനസ്സ് നന്നായത് സൗന്ദര്യം ഉണ്ടാവും. മനസ്സ് നന്നായി സൗന്ദര്യം ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയാം, നിങ്ങളുടെ ഭാര്യ ജയമാനി ഏറ്റവും സൗന്ദര്യമുള്ള നാഴികയാണ്. പക്ഷേ മനസ്സ് നന്നായിരുന്നെങ്കിൽ ആ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുമോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞു, മനസ്സിലായോ? എത്ര വലിയ ഇനിയിപ്പോൾ ജ്യോതിമാലിനിയോ ജയലക്ഷ്മിയോ ജയഭാരതിയോ ആരുമാകട്ടെ, അവൻ്റെ മനസ്സ് നന്നെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? സത്താരും ജയഭാരതി വിവാഹം കഴിച്ചു. കുറച്ച് മുമ്പ് ചേട്ടനൊരു കാര്യമാണെന്ന് പറഞ്ഞല്ലോ. എന്ത് പറഞ്ഞു? ഭാര്യ ഇല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അന്നേരം അറിയാമെന്ന്. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും നല്ലതാണെന്ന് ഞാൻ പറയല്ലോ. ഇല്ല, ഞാൻ പറയാം. അപ്പം മനസ്സ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മനുഷ്യൻ്റെ മനസ്സാണല്ലോ ഏറ്റവും. മനസ്സെന്ന് പറഞ്ഞാൽ, മനസ്സ് നല്ല കല്ലാണെങ്കിൽ ഈ ലോകം ഇടിഞ്ഞു വീണാലും നമ്മൾ ചലിക്കുകയില്ല. അത് വേറെ കാര്യം. പക്ഷേ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയാൽ ജീവിതം നമ്മൾ പോകുന്ന വഴിയടക്കം മാറ്റിമറിക്കും. ഇല്ല, ഞാൻ പറഞ്ഞത് സ്നേഹത്തിൻ്റെ കാര്യം. നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ എൻ്റെ അയാളുടെ മനസ്സ് നന്നാവണം. എൻ്റെ ഒരു കൊച്ചറിവ് വെച്ച് ഞാൻ ചേട്ടനോട് പറയാം, ഒരൊറ്റ കാര്യം പറയാം. അമ്മയായാലും പെങ്ങളായാലും ഭാര്യയായാലും മകളായാലും ഒരു മനുഷ്യന് ഈ 4 പേരാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ 4 പേരാണല്ലോ. ചേട്ടനോടൊന്നും പറയേണ്ട കാര്യമില്ല. ഇവരെ നമുക്ക് ശരിക്കും കറ തീർന്ന് വിശ്വസിക്കാൻ ആകില്ല. കാരണം അത് അവരുടെ പ്രപഞ്ചത്തിൽ ഉള്ള സംഗതിയാണ്. കാരണം അവരെ അങ്ങനെ കറ തീർന്ന് വിശ്വസിച്ച ആണുങ്ങൾ വഞ്ചിക്കപ്പെടും. സത്യമല്ലേ? ചേട്ടൻ അനുഭവിച്ച സത്യമല്ലേ? അതെ, ഞാൻ ചോദിച്ചേ, ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആണുങ്ങളെ വിശ്വസിക്കാം. ഏത് വിശ്വസിക്കാൻ എന്താ കാര്യം? അത്ര ഇത് പിന്നെ അത്രയും പ്രശ്നമില്ല. പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പെണ്ണുങ്ങൾ നമ്മളെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതുണ്ടാവാം. പക്ഷേ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന എന്നെ കാണുമ്പോണ്ടല്ലോ, ഇല്ല, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ആണുങ്ങളോ? കാരണം എൻ്റെ അനുഭവം വെച്ച്, എനിക്കിപ്പോൾ 58, 59 വയസ്സാണ്. എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞ വളർത്തി വലുതാക്കിയ മക്കൾ, ചേട്ടനൊരു വളർത്തി വലുതാക്കിയ മക്കളെ
അവർക്ക് പ്രായപൂർത്തിയായി. വേറെ ഒരാൾ വന്ന് ചോദിക്കുന്നു ഞാൻ ഇവരെ കൊണ്ടുപോട്ടെ എന്ന്. തന്തയായ ഞാൻ നോക്കി നിൽക്കും, ഒരു വർത്തമാനം പറയാൻ പറ്റില്ല. തന്തയ്ക്കൊരു വിലയില്ല, മകൾ അവൻ്റെ കൂടെ അങ്ങ് പോവും അവരുടെ കാമം തീർക്കാൻ. മനസ്സിലായോ? നിങ്ങൾക്ക് പ്രായപൂർത്തിയായി കാണും, പക്ഷെ അതിനേക്കാളും വലിയ പ്രായപൂർത്തി എനിക്കായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. എനിക്കായിട്ടുണ്ട്. പക്വത അല്ല, വയസ്സിന്റെ അല്ല, ഓരോന്നും കണ്ട്. ഓക്കെ, ബായ് ബായ്. എൻ്റെ വെയിറ്റ് ചോദ്യം ചോദിച്ചാൽ മറുപടി പള്ളി ഷാപ്പില്ല രസമല്ല. എന്താ ബൈറ്റ് എടുക്കുമെന്ന് വെച്ചു.